പട്ടയത്തിനായി 75-ാം വയസ്സിൽ താലൂക്കിന് മുന്നിൽ കുത്തിയിരുന്ന ഈ അമ്മയെ ഓർമ്മയില്ലേ? പട്ടയം നൽകാൻ റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചതോടെയാണ് ഇവർ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ അമ്മിണിയുടെയും അയൽവാസികളുടെയും അടക്കം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയെങ്കിലും സർവേ റിപ്പോർട്ട് ഇപ്പോഴും അവ്യക്തമാണ്. ഇതിനിടെ അമ്മിണിയുടെ അയൽവാസി സർവേ നടപടികൾ തടഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് ഉത്തരവും സമ്പാദിച്ചു. ഇനി ഈ നടപടികൾ പൂർത്തിയാക്കി എന്നിവർക്ക് പട്ടയം ലഭിക്കുമെന്ന് അറിയില്ല. ഇതോടെയാണ് വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങാൻ അമ്മിണി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് എന്ത് വന്നാലും ഞാൻ അവിടെ കിടന്ന് മരിച്ചാലും ശരി, ഞാൻ താലൂക്കിൽ പോയി തഹസിൽദാരുടെ അടുത്ത് പോയി തഹസിൽദാരും വില്ലേജ് ചെയ്ത് ഒത്തുകളി നടത്തണമെന്നിപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും ദിവസവും വേണ്ടായിരുന്നു റിപ്പോർട്ട് കിട്ടാൻ. റവന്യൂ വകുപ്പ് നടത്തിയ സർവേയിലെ പ്രാഥമിക കണ്ടെത്തൽ അമ്മിണിക്ക് പ്രതികൂലമാണ്. ഇതിൽ ഒത്തുകളിയുണ്ടെന്നാണ് അമ്മിണി ആരോപിക്കുന്നത്. റിപ്പോർട്ട് ഇങ്ങ് കൊടുത്തില്ലെന്നാണ് പറഞ്ഞു. ഒരാൾ അളക്കാൻ വന്നാലും ഒരാൾ സ്ഥലം മാറിപ്പോയി. അത് കാരണം അതിൻ്റെ റിപ്പോർട്ട് ഇങ്ങ് കിട്ടിയിട്ടില്ല. ഏതായാലും 8 ദിവസത്തിനകം കിട്ടേണ്ടതാണല്ലോ. 13 ദിവസമായി. വിശദമായ സർവേ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. പ്രാഥമിക റിപ്പോർട്ടിൽ ചില അവ്യക്തതകളുണ്ട്. ഇത് പരിഹരിച്ച് റിപ്പോർട്ട് കളക്ടർക്ക് നൽകുമെന്ന് തഹസിൽദാരുടെ ഓഫീസ് വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.